ഹലോ ആൻഡ് വെൽക്കം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുന്നു. നിലമ്പൂരിൽ UDF വലിയ വിജയം നേടിയിരിക്കുന്നു. 11,077 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൗതുകകരമായ ഫാക്ടറായി അവിടെ ഉണ്ടായിരുന്ന PV അൻവർ ആയിരുന്നു. PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് 19,790 വോട്ട്, ഏതാണ്ട് 20,000-ഓളം വോട്ട് അവിടെ സമാഹരിച്ചിരിക്കുന്നു. M സ്വരാജിലൂടെ വലിയ മത്സരം ഉയർത്തിയിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച LDF പക്ഷേ അവരുടെ നിലമ്പൂർ മണ്ഡല ചരിത്രത്തിലെ വലിയ പരാജയങ്ങളിൽ ഒന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറയാം. പ്രത്യേകിച്ച് പിണറായി 3.0 മൂന്നാം പിണറായി സർക്കാരിനുള്ള തുടക്കം നിലമ്പൂരിൽ നിന്നാണ് എന്ന പ്രചരണവുമായി വന്ന LDF ആണ് അവിടെ ഇത്രയും കനത്ത ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. സാങ്കേതികമായി നോക്കിയാൽ LDFിൻ്റെ പരാജയം വേണമെങ്കിൽ PV അൻവർ പിടിച്ച വോട്ടുകൂടെ കണക്കാക്കിയാൽ ഏതാണ്ട് 31,000-ൽ ചില്ലറ വോട്ടിൻ്റെ പരാജയമാണ് LDFിന് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അപ്ഡേറ്റിൻ്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. നമുക്കൊപ്പം ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്നതിന് മുമ്പ് അനലൈസ് ചെയ്തപ്പോൾ നമുക്കൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് MP പ്രശാന്തും R സുഭാഷും MP ബഷീറും. സ്വാഗതം ഈ സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ഞാൻ പതിവ് പോലെ MP പ്രശാന്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ? ഇത് അൻവറിൻ്റെ ഒരു സാന്നിധ്യം അത് എവിഡൻ്റ് ആക്കുന്നുണ്ടോ, അതോ അതിനെ തള്ളിക്കളഞ്ഞ് UDFിൻ്റെ ഒരു സ്റ്റാൻഡിനെ ശരിവെക്കുന്നുണ്ടോ? അല്ല, എല്ലാ ഘടകങ്ങൾക്കും ഉപരിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ ആദ്യ വിശകലനത്തിൽ തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ അതേ ശക്തമായ അതേ ഭരണവിരുദ്ധ വികാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഞാൻ ആന്റി ഇൻകംബൻസിലേക്ക് വരാം. ഇതാണ് ഒരു വലിയ ക്രൂഷ്യൽ പോയിന്റ് ആയി നിൽക്കുന്നത്. അതുകൊണ്ടാണ് കാരണം മറ്റ് ഫാക്ടേഴ്സ് എല്ലാം ഇപ്പം അൻവർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അൻവറിന് കിട്ടിയ വോട്ട് അത് ഭരണവിരുദ്ധ വികാരമാണ്. ഷൗക്കത്തിന്റെ വോട്ട്, അപ്പൊ അത് നമ്മളിപ്പം മറ്റ് ഒരുപാട് ഘടകങ്ങളുണ്ട്. അൻവറിന്റെ സാന്നിധ്യം, അൻവറിന് കിട്ടിയ വോട്ട് എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ള വിശകലനം നോക്കുമ്പോൾ അത് വളരെ മൈന്യൂട്ടായിട്ട് വിശകലനം ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യമാണ്. കാരണം ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ട് എല്ലാ ബൂത്തുകളിലും എല്ലാ പഞ്ചായത്തുകളിലും നിറഞ്ഞു നിൽക്കുന്ന ചെറിയ മാർജിൻ. അതെ, അപ്പൊ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവാം. അൻവർ ഉണ്ടാവാം, മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എല്ലാറ്റിനെയും കവച്ചു വെക്കുന്നത് ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതും എനിക്ക് തോന്നുന്നത് ഇതാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പില് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞത് ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കുമല്ലോ. എത്ര ആത്മാർത്ഥതയാണ് പറഞ്ഞത്. ഇതിപ്പോ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങനെയാണോ, അല്ലേ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞതായിരിക്കാം. പക്ഷേ ഇത് ഒരു ഫാക്ടർ, വൺ സിംഗിൾ ഫാക്ടർ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അത് തിരിച്ചു അത് തന്നെയാണ്. പിന്നെ മറ്റ് ഫാക്ടേഴ്സ്, ഇപ്പൊ അൻവറിന്റെ സ്ഥാനം. അപ്പൊ അൻവറിന്റെ എനിക്ക് തോന്നുന്നത് 20,000 വോട്ട്, അതിൽ ചെറിയ ശതമാനമെങ്കിലും ഈ മുന്നണി സംവിധാനത്തോട്, അല്ലെങ്കിൽ നേരത്തെ അൻവർ പറഞ്ഞ ഈ നെക്സസ് ഉണ്ടല്ലോ, ആ നെക്സസിനോടുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു വോട്ട് പോലും ഉണ്ടാവാം. ഒരു 2,500-3,000 വോട്ട് അങ്ങനെയുള്ളൊരു വോട്ട് ഉണ്ടാവാം. അത് ഇനി വളർന്നു വരുന്ന ഒരു സാധ്യത. അപ്പോൾ അൻവർ ഇപ്പം പറഞ്ഞത് UDFിലേക്ക് എന്നെ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ മൂന്നാം മുന്നണി ആലോചിക്കുമെന്നാണ്. അതായത് ഒരുപാട് കർഷക സംഘടനകളൊക്കെ ചേർത്തുകൊണ്ട് ഒരു മൂന്നാം മുന്നണി, ആ ഒരു സാധ്യതയുടെ ഒരു ചെറിയൊരു തുടക്കം ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ സാധ്യത എത്രമാത്രം ഉണ്ട് കഴിഞ്ഞ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഗൗരിയമ്മയുടേതായാലും MV രാഘവൻ്റെതായാലും RMPയുടേതായാലും ഇവർക്ക് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിന് അപ്പുറത്തേക്ക് UDF LDF ഇതിനപ്പുറത്തേക്ക് ഒരു മൂന്നാം മുന്നണി സാധ്യതയൊന്നും അങ്ങനെ ഒരു വളർച്ച അൻവറിനുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നുള്ളത് തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. അപ്പോൾ തിരുത്തി മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ഗോവിന്ദ മാഷ് പറയുന്നതെങ്കിലും അങ്ങനെ തിരുത്താനുള്ള ഒരു സാധ്യതയും ആദ്യത്തെ അനാലിസിസിൽ കാണുന്നില്ല. കാരണം പണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്
ഇപ്പോൾ BJP വോട്ടുകൾ പോയി എന്ന് പറയുന്നു. BJPയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ജമാഅത്തിന്റെ കാര്യം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണങ്ങളായിട്ട് CPM അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു അനാലിസിസ്, ആത്മാർത്ഥമായിട്ടുള്ള ഒരു അനാലിസിസ് പാർട്ടി ഘടകങ്ങൾ ചിലപ്പോൾ നടന്നേക്കാം. അത് പുറത്ത് പറയണമെന്നില്ല. പക്ഷേ ഇതിന്റെ ഒരു ഇനീഷ്യൽ ഒരു ആദ്യത്തെ അനാലിസിസ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ പിണറായി വിരുദ്ധ വികാരമാണ്. പിണറായി വിരുദ്ധ വികാരം എന്നുള്ളത് ആദ്യം കോൺക്രീറ്റ് ആയിട്ട് കൊണ്ടുവന്നത് അൻവറാണ്. അപ്പം നേരത്തെ പിണറായിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറിൽ നിൽക്കുന്ന ആരോപണം വളരെ കൃത്യമായിട്ട് ഇന്ന കാര്യം. ഇപ്പോൾ മലപ്പുറം SP സുജിത് ദാസ് അല്ലെങ്കിൽ ADGP അജിത് കുമാർ ഈ മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അങ്ങനെ UDF സാധിക്കാത്ത രീതിയിൽ UDF വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള പെർസോണിഫൈ ചെയ്തിട്ട് ഇന്ന കാര്യങ്ങളിലാണ് പിണറായി വിജയന് RSS ബന്ധമുള്ളത് അല്ലെങ്കിൽ CPMന് RSS ബന്ധമുള്ളത് എന്ന് പിൻ പോയിന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് അൻവറാണ്. അതിന്റെ ഒരുപക്ഷെ ഇതിന്റെ നേട്ടം അൻവറിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് UDFനാണ്. ഇതാണ് എൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. സുഭാഷ്, എന്താ തോന്നുന്നത്? ഈ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. കാരണം 10 വർഷമാകാൻ പോകുന്നു. തുടർച്ചയായി 10 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ, അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീനം, ഇതൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റുക എന്നുള്ളത് LDFന് തീർത്തും സാധിക്കാതെ പോയ കാര്യമാണ്. അതുകൊണ്ടാണോ അവർ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, ഞങ്ങൾ ജയിക്കും എന്ന് ആര് മത്സരിക്കുമ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതും അത് ഇത്തവണ നഷ്ടത്തിൽ കലാശിക്കുമെന്നുള്ളതും CPMന് നേരത്തെ അറിയുമെന്ന് തന്നെയാണ് എൻ്റെ ധാരണ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് ശരിക്കും നിലമ്പൂരിൽ നൽകാവുന്ന ഏറ്റവും നല്ല റിസൾട്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അതിനകത്തൊന്നും മനസ്സിലാവുന്ന തരത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി 10,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ നിന്ന് വിജയിക്കുന്നു. അത് അവർ UDF ഒറ്റക്കെട്ടായി ഈ എന്താ പറയുക ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഇതാണ്. ഇന്നിപ്പോ നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ കൂടി ഉണ്ട് ആ ഐക്യം. അതുകൊണ്ട് മാത്രമാണ് ഈ വിജയം എന്ന കാര്യമുണ്ട്. ഇതേപോലെ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെയുള്ള കാരണങ്ങളാൽ അൻവറിന് 20,000-ത്തിനടുത്ത് വോട്ട് കിട്ടും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ അതൊരു വല്ലാത്ത വെളിച്ചം നൽകുന്ന ഒരു സംഭവമാണ്. അത് എന്ത് കാരണം കൊണ്ട് ഒരു സാധ്യതയുമില്ലാത്ത അല്ലെങ്കിൽ ഇലക്ഷൻ വിക്ടറിക്ക് ഒരു സാധ്യതയുമില്ലാത്ത ഒരൊറ്റയാണ്. അതും രാവിലെയും വൈകുന്നേരവും ഒക്കെ അഭിപ്രായങ്ങൾ മാറ്റി പറയുകയും ഗോൾ പോസ്റ്റ് മാറ്റി വെക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് ഇത്രയും വോട്ട് കിട്ടി എന്നത് വളരെ കൃത്യമായി രാഷ്ട്രീയ മുന്നണികൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. അത് ചുഴിഞ്ഞു ചെല്ലുമ്പോഴാണ് അയാൾ പറഞ്ഞിരുന്ന വിഷയങ്ങളിലെ പ്രസക്തമായ കാര്യങ്ങൾ ബോധ്യമാവുക. ഇന്നിപ്പോൾ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അയാൾ പറയുന്നത് ഈ വന്യമൃഗങ്ങളുടെ കാര്യമാണ്. വന്യമൃഗങ്ങളുടെ കാര്യവുമായി ഒരു കർഷക മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം മലയോര മേഖലയിൽ അവിടെ ജീവിക്കുന്ന ഒരാളെന്നുള്ള മട്ടിൽ നമുക്ക് അനുഭവേദ്യമാവുന്ന ഒരു കാര്യമാണ്. വളരെ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിനെന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിശ്രമം ഏതെങ്കിലും തരത്തിൽ ഈ ഇടതുമുന്നണിയോ UDFന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഒക്കെ കേന്ദ്രത്തെ കുറ്റം പറയുകയോ ഒക്കെ ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ ഇനി എന്താ ഇതിന്റെ പരിഹാരം? ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള പിന്നെ മലനിരകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ താഴേക്ക് പോകുന്നേക്കാണ്. അവരുടെ കൃഷിഭൂമി വിട്ടേക്കാണ്. അവിടെ പോയി റബ്ബർ ആണ് പ്രധാനമായിട്ടും. റബ്ബർ വെട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഭീകരമായ അവസ്ഥയാണ്. നമ്മളൊക്കെ നമുക്ക് അതിന്റെ അവിടെ നിന്ന് കുറെ ദൂരെയാണെങ്കിലും രാത്രി സഞ്ചാരമൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല. ഈ പറയണ അൻവർ പറയണ പോലെയുള്ള 60 മണ്ഡലങ്ങളിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതടക്കമുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവർ പരിശോധിക്കേണ്ടതുണ്ട്. CPM പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും CPMന് ഗുണപ്രദമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുന്നത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷമായിട്ട് അൻവർ വന്നതിന് ശേഷം CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഘടകം, പാർട്ടി രീതി അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വലിയ രക്ഷകനെ കണ്ടെത്തി എന്ന മട്ടിൽ അതിന്റെ പിന്നാലെ പോവുകയായിരുന്നു. ഒന്ന്, പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ സമ്പത്തും ഇതേപോലുള്ള സ്വാധീനമായിരുന്നു. അപ്പൊ അൻവർ വരുന്നതോടുകൂടി അവിടുത്തെ പാർട്ടി കമ്മിറ്റികൾ ഇറലവന്റ് ആയി. അതിനെ എതിർത്ത ആളുകളൊക്കെ ഇവർ പുറത്താക്കി. ഇപ്പോൾ അടുത്ത സമയത്തൊക്കെയാണ് അവരെ തിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അൻവർ വന്നതോടുകൂടി പാർട്ടിക്ക് ഒരു ഘടനയുണ്ടല്ലോ. അതിന് ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അത്തരം സംഭവങ്ങളൊക്കെ പോയി അയാളുടെ ഒരു സ്വന്തം രീതിയിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാലും തലയും ഇല്ലാതായി പോയിരുന്ന ഒരു പാർട്ടിക്ക് ഒരു പുതിയ ഘടന ഉണ്ടാക്കാനും അതിനെ ഒരു പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു അവസരമായിട്ട് അവർക്കിപ്പോൾ
ഈ സംഭവം ഉപയോഗിക്കാൻ പറ്റി. ആ തരത്തിൽ ഇലക്ഷനിൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും അവർക്കത് എന്താ പറയുക, ആ പാർട്ടി ഘടന കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരം ആയിട്ട് അത് മാറി. അതിനിയും എന്തായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ആ തരത്തിൽ എന്താ പറയുക അത് പ്രതിഫലിക്കും. അപ്പൊ ഈ രീതിയിൽ ഈ മൂന്ന്, അതായത് UDF-നും LDF-നും അതേപോലെ തന്നെ അൻവർ ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളുടെ മീഡിയയെ ഉപയോഗപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ നേതാക്കന്മാർ മുഴുവൻ വീടുകൾ കയറി ഇറങ്ങിയപ്പോഴും അയാളൊരു വീട്ടിലും പോയിട്ടില്ല. അയാൾ അവിടെ ഇരുന്ന് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും പത്രക്കാരെ കണ്ടു. പത്രക്കാരാണ് ഇയാളുടെ വീട്ടിന്റെ മുമ്പിൽ പെറ്റ് കിടക്കാം. അപ്പൊ ഈ ബൈറ്റ് എന്താ പറയുക ജേർണലിസം നമ്മുടെ കോമൺ ആയല്ലോ, അത് വളരെ കൃത്യമായിട്ട് അയാൾ ഉപയോഗപ്പെടുത്തി. അപ്പൊ ഇപ്പോൾ ഉള്ളത് എല്ലാവരുടെയും കയ്യിൽ സംഭവമുണ്ട്. അപ്പൊ ഇയാൾ ഈ മൈക്ക് കെട്ടി പോയില്ലെങ്കിലും ആളുകൾക്ക് അടുത്ത് എത്തിക്കുന്നുണ്ട്. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായിട്ട് അയാൾ ഉപയോഗപ്പെടുത്തി ഇത്രയും വോട്ട് അയാൾ പിടിച്ചു. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഇലക്ഷനിൽ അയാൾ ചെലവാക്കിയതിന്റെ അത്രയും പൈസ ഒന്നും ഇപ്രാവശ്യം ചെലവാക്കിയിട്ടുണ്ടാവില്ല. എന്റെ ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും അയാൾ പക്ഷെ വലിയ വണ്ടികളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഒറ്റ ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് റീലെടുത്ത് പോയി ഒരു സെറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനെ വളരെ വൃത്തിയായിട്ട് ഉപയോഗപ്പെടുത്തി. ശരിക്കും വലിയ മുന്നണികൾക്കും കൂടി ഈ ഒരു രീതി പരിശോധിക്കാവുന്നതാണ്. റൈറ്റ്. ബഷീർ എന്താ തോന്നുന്നത്? നമ്മള് ഈ ഇലക്ഷന് മുമ്പ് സംസാരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ്, അതുവഴി അവരുണ്ടാക്കുന്ന ഒരു എഡ്ജ്, ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. CPM ഇതിൻ്റെ ആ തെരഞ്ഞെടുപ്പ് രംഗത്തെ പൊളിറ്റിക്കൽ നറേറ്റീവ് മാറ്റിയതിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വോട്ടർമാർ അത്രത്തോളം കൺസേൺഡ് അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബഹളങ്ങളിൽ വോട്ടർമാർ അത്രത്തോളം കൺസേൺഡ് അല്ല എന്ന് തോന്നുന്നുണ്ടോ? ആ സ്ട്രാറ്റജി, ഇപ്പോൾ പ്രത്യേകിച്ച് CPM-ന്റെ സ്ട്രാറ്റജി ഞാൻ പറയുന്നത്, ചില കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് അതാണ് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ള മട്ടിൽ മൊത്തം പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ സെറ്റ് ചെയ്യുക. ഈ സ്ട്രാറ്റജി പൊളിഞ്ഞു എന്നാണോ തോന്നുന്നത്? ഇതിൽ സുഭാഷ് ഇവിടെ പറഞ്ഞൊരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കേരളത്തിലെ മലയോര മേഖലകളിലാകെ ജനജീവിതം ഭയങ്കര ഇൻസെക്യൂർഡായി തീർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നിലമ്പൂര്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ ഇത് ഗ്രൗണ്ടിൽ നിന്നുള്ള റിസൾട്ടായി കാണണം. ഏതാണ്ട് റിസൾട്ട് എണ്ണിത്തുടങ്ങി അവസാനം വരെ 1-2 ഇടങ്ങളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നത്തിന്റെ ഒരു റെസ്പോൺസ് ഇതിലുണ്ട് എന്ന്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഈ റിസൾട്ട് നിലമ്പൂർ സെൻട്രിക് ആണ്, കുറച്ചൊക്കെ മലപ്പുറം സെൻട്രിക് ആണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ നിലമ്പൂർ സെൻട്രിക് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇത് തന്നെ, ഈ മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമാണത്. മലപ്പുറം സെൻട്രിക് എന്ന് പറയുന്നത് അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം, അത് ഏറ്റവും കൂടുതൽ ഇമോഷണലായി ബാധിക്കുന്ന ഒരു പോപ്പുലേഷൻ, ഒരു വോട്ടർമാരുടെ ഒരു ചങ്ക് ഉള്ളത് മലപ്പുറത്താണ്. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം യഥാർത്ഥത്തിൽ വളരെ ഗുരുതര സ്വഭാവമുള്ളതായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി, ആ വിഷയം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റുന്നതിൽ, തുടക്കത്തിലെങ്കിലും അത് മാറ്റിപ്പിടിക്കുന്നതിൽ LDF അതിന്റെ പ്രചാരണ ഘട്ടത്തിൽ അത് വിജയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വ്യക്തിഗതമായി അൻവർ ഉന്നയിച്ചത് അതേ പ്രശ്നങ്ങൾ തന്നെയാണ്. അത് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വോട്ടർമാരായിരുന്നു യഥാർത്ഥത്തിൽ നിലമ്പൂരിലുണ്ടായിരുന്നത്. അത് അയാൾ അവിടെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ അയാൾ രാജിവെക്കുന്ന ഘട്ടത്തിലോ മാത്രം ഉയർത്തിയതുമാകണമെന്നില്ല. കുറെ കാലമായി അയാളുമായി വ്യക്തിബന്ധമുള്ള വോട്ടർമാരുടെ മുന്നിൽ അയാൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമായിരിക്കണം ഇത്. അത് ഉന്നയിക്കുന്നു, അത് തുടക്കത്തിൽ ചർച്ചയാവുന്നു, പിന്നീട് അൻവറിന്റെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ കൊണ്ട് അത് ചർച്ചയിൽ നിന്ന് മാറിപ്പോകുന്നു. ഒടുവിൽ ഏറ്റവും അവസാനത്തെ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിൽ, ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി CPIM-ന്റെ നേതാക്കൾ ബോധപൂർവമായ ശ്രമം നടത്തുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ അൻവറിന്റെ പ്രചാരണത്തിന് ഒരു ലെജിറ്റിമസി കൊടുത്തിട്ടുണ്ടാവണം. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ഊന്നുക, ഒരു തരം അപ്പോൾ കശ്മീരിലെ അക്രമത്തെ അപലപിക്കാത്ത ഏക സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയുക, അങ്ങനെ ഉടനീളം അത്തരത്തിലുള്ളൊരു പോളറൈസേഷന് ശക്തി കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതൊരു ഓവർ ഡോസേജ് ആയി ഉണ്ടാവണം. അത് അൻവറിന് സഹായകമായിട്ടുണ്ടാവണം. അൻവർ പിടിച്ചിരിക്കുന്ന ഈ വോട്ട് ഒരു 10,000 വോട്ടെങ്കിലും അൻവറിനുള്ളതല്ല, അൻവർ ഇത്തവണ ഉന്നയിച്ച ഈ പ്രശ്നത്തോടുള്ള മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള അല്പം ഇമോഷണലായ ഒരു റെസ്പോൺസായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇതിലെ ഈ ടേൺ
തിരിച്ചുവിട്ട പ്രധാന ഘടകം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അല്ല, അതിനോട് ചേർത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം ഈ ഒരു നറേറ്റീവ് ഉണ്ടാക്കുക ഒരു ഇലക്ഷൻ സമയത്ത്, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രചരണം നടത്തുക, ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഡിവിഷൻസിനെ കുറിച്ചോ അത് ആഴത്തിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചോ തീർത്തും കൺസേൺഡ് ആകാതിരിക്കുക, ഈ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. ഈ പണി നിലമ്പൂർ ജനത അത്ര എന്താ പറയുക സുഖകരമല്ലാത്ത വിധത്തിൽ തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾ കരുതണം. അപ്പം ഞാൻ പറയാൻ കാര്യം, ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഇത് നിലമ്പൂരിലെ മതനിരപേക്ഷ വോട്ടർമാരുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. അല്ലാതെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഇത് UDFന്റെ ജയം എന്നല്ല അദ്ദേഹം പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു പോളറൈസേഷനുള്ള ശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിനെയും ജനം എതിർക്കുന്നു എന്ന് നമ്മൾ ഈ റിസൾട്ടിനെ കാണണം. തീർച്ചയായും സാധാരണ പോളറൈസേഷൻ അക്യൂസേഷൻ സാധാരണ വരാറുള്ളത് മുസ്ലിം ലീഗിന് നേരെ CPIM ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ BJPക്ക് നേരെ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ള. ഇവിടെ അത് വളരെ സ്ട്രോങ് ആയി CPMന്റെ നേതൃത്വത്തിന് നേരെ ഉന്നയിക്കപ്പെട്ടു. സാമുദായികമായ ധ്രുവീകരണം തെരഞ്ഞെടുപ്പ് തന്ത്രമായി CPIM എടുത്തുപയോഗിച്ചു എന്ന് ആളുകൾക്ക് സംശയിക്കാവുന്ന വിധത്തിലുള്ള വളരെ നിരന്തരമായ പ്രസ്താവനകൾ CPIMന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ ഒരു പ്രസ്താവന അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തേണ്ട ഒരു മണ്ഡലമല്ല. അപ്പോൾ അവരുന്നയിച്ച ജമാഅത്തെ ഇസ്ലാമി പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമി അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരിക്കണം അങ്ങനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയത്. ഒരു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം ഉണ്ടാക്കിയ ഒരു തന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ക്യാമ്പയിൻ. അതിനിടയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നുപെട്ടു പോയതാണ്. നിലമ്പൂരിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. ഈ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും STPയെയും ഇക്വേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു തന്ത്രം മാത്രമാണ്. അതിനിടയിൽ അതിനൊട്ടും നിരക്കാത്തൊരു മണ്ഡലം തെരഞ്ഞെടുപ്പിലേക്ക് പോയി നിലമ്പൂരിൽ എന്നതാണ് സംഭവിച്ചത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഈ പറഞ്ഞ ഒരു മതനിരപേക്ഷതയെക്കുറിച്ച് CPIMന് സാധാരണഗതിയിൽ ആ പാർട്ടി ഉന്നയിക്കുന്ന കൺസേൺ ഇല്ല. ഗ്രൗണ്ടിൽ ധ്രുവീകരണം സംഭവിച്ചാലും തെരഞ്ഞെടുപ്പാണ് പ്രധാന ഉന്നം. ഇത് സാധാരണ BJPക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണമാണ്. ആ ആരോപണം CPMന്റെ നേതൃത്വത്തിന് എതിരെ ഇത്തവണ ഉന്നയിക്കപ്പെട്ടു. അതിന് കുറേയൊക്കെ ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കാവുന്ന തരത്തിലുള്ള ഒരു ഓവർ ഡോസേജ് അവരുടെ പ്രചാരണത്തിൽ ഈ കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് തോന്നുന്നത്. റൈറ്റ്. നേരത്തെ തുടങ്ങി വെച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം അതിലേക്ക് വരാമെന്ന്. ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ സർക്കാർ ഞങ്ങൾ ഇതിനൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്യാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് ആക്ഷേപിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. പക്ഷെ ആ ലെവലിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഈ കഴിഞ്ഞ കാലങ്ങളൊന്നും ശ്രമിച്ചതായിട്ട് നമ്മൾ അറിവില്ല. ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, ആശാ വർക്കർമാരുടെ സമരം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ദേശീയപാത ഇടിഞ്ഞത് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, ഇതൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നാണ് പ്രതിപക്ഷ നേതാവ് ആദ്യമായിട്ട് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇത് വിലക്കയറ്റത്തിനെതിരായ ജനവിധി കൂടിയാണ് എന്ന് പറയുന്നത്. പ്രതിപക്ഷം ഇതേവരെ വിലക്കയറ്റം ഉന്നയിച്ചതായിട്ട് നമ്മൾ വലിയ വോയിസിൽ ഉന്നയിച്ചതായിട്ട് നമ്മളുടെ അറിവിലില്ല. മീഡിയാസ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ല എന്ന് നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും പ്രതിപക്ഷം അതൊരു ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് എടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. PSC നിയമനങ്ങൾ എത്രത്തോളം നടക്കുന്നുണ്ട്, തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണോ എന്ന് പ്രതിപക്ഷം ഉന്നയിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നൊരു സംഗതി അത് UDFനെ എത്രത്തോളം തുണച്ചിട്ടുണ്ടാകും, അതോ ജനം അത് സ്വമേധയാ മനസ്സിലാക്കി പ്രതികരിക്കുന്നതാണോ ഈ നിലമ്പൂർ നമ്മൾ കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, സ്വമേധയാ അങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. കാരണം അത് തെരഞ്ഞെടുപ്പിൽ ഒരു ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇൻഫോംഡ് ആയിട്ടാണ്, അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യണം. അങ്ങനെ ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ ഇത് ചർച്ചയാവണം. അല്ലെങ്കിൽ വിലക്കയറ്റം നമ്മൾ പോയി സാധനം വാങ്ങുമ്പോൾ വില കയറി എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്, മറിച്ച് ആ വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഈ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായിരുന്ന വലിയ ഇത് മാത്രമല്ലല്ലോ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ, സാധാരണ പറയുന്ന വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ അതൊന്നും ഒരിക്കലും ഇപ്പം ചർച്ചയാവാത്ത വിഷയങ്ങളാണ്. അത് പാർലമെൻറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലായാലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിലായാലും ഇത് പണ്ട് നമ്മൾ പറയുന്ന ഒരു ജീവൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന
പ്രശ്നങ്ങളല്ല നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അടുത്ത കുറച്ച് കാലങ്ങളായി 2014 ശേഷമെങ്കിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെയോ പരാജയങ്ങളെയോ തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ജീവൽ വിഷയങ്ങൾ എന്ന് പരമ്പരാഗതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളല്ല. അതേസമയം തന്നെ പിണറായി സർക്കാരിനെതിരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്നുള്ളത് അത് കേന്ദ്ര ഭരിക്കുന്ന സർക്കാരിൻ്റെ അതേ കാര്യമാണ് പല രംഗങ്ങളിലും അത് ഉണ്ടാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ ക്ലെയിം ഞങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ BJP എന്ന RSS എന്നതിനെതിരെ ചോദ്യം നിലനിൽക്കുന്നു എന്നുള്ള ആ ഒരു നറേറ്റീവിനെ പൊളിച്ചു കളയുന്നതായിരുന്നു ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെതിരെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടത് പോലീസുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യമാണ് കേരളയിൽ പോലീസ് വെടിവെച്ചിട്ട്. അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. കാരണം മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് BJP പോളിസിയാണ്. അത് എന്തുകൊണ്ട് UDF ഇവിടെ ഉന്നയിച്ചില്ല? UDF കോൺഗ്രസിലെ പോലീസ് അതായിരുന്നു. ചിദംബരമാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹാൻഡ് നടത്തിയത്. ഇവരുടെ കോൺഗ്രസ് നേതാവായ മഹേന്ദ്ര കർമ്മയുടെ നേതൃത്വത്തിലാണ് സൽവാജ് യുദ്ധം ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ആദിവാസികളെ ആയുധമെടുത്തിട്ട് മാവോയിസ്റ്റുകൾക്കെതിരെ തീർച്ചത്. അപ്പം ഈ ഒരു കാര്യം പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ വരുന്നത് വളരെ കൃത്യമായി ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അതിൽ ഒരു സാമുദായിക വികാരം കൂടി അതിൽ കാരണം ഒരു സമൂഹത്തെ വേട്ടയാടുന്നതാണ് പോലീസ്, ഒരു സമുദായത്തെ വേട്ടയാടുന്നതാണ് പോലീസ് എന്ന വികാരം വളരെ ശക്തമായിട്ട് നിലനിന്നത്. അപ്പൊ ആ പോലീസിനെതിരെയുള്ള വികാരം തന്നെയാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് പരിണമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെ ആയിരിക്കാം. അതാണ് ഏറ്റവും കൂടുതലായിട്ട് അൻവർ പറഞ്ഞ കാര്യം, അതാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കാര്യം, അതാണ് വെൽഫെയർ പാർട്ടി പറഞ്ഞ കാര്യം, അതാണ് SDP പറഞ്ഞ കാര്യം. മറ്റു കാര്യങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്നില്ല. അവിടെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതും ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ചർച്ചയാക്കപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഒപ്പം ഈ പറയുന്ന മലയോര മേഖലയിൽ നേരത്തെ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ച ആ പ്രശ്നം അത് വളരെ സജീവമായി നാട്ടുകാരെ വളരെ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്ന കാര്യമാണ്. സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും പറയാൻ സംസ്ഥാന സർക്കാരിനില്ല. സ്വാഭാവികമായിട്ടും അതും ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഞാൻ സുഭാഷ്, ഈ നമ്മളിതിന്റെ അടുത്ത ഒരു ലെവലിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് പോസിബിലിറ്റി അൻവറിന് മുമ്പിൽ? ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, അൻവർ ഒരുപക്ഷെ പ്രതീക്ഷിച്ച വിധത്തിൽ ഒരു പ്ലേസിങ് അൻവർ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഇത്ര വോട്ട് പിടിക്കാൻ സാധിക്കും, ഞാൻ വലിയ പ്രചരണമൊന്നും നടത്തിയില്ലെങ്കിൽ പോലും എനിക്ക് ഇത്രയും വോട്ട് പിടിക്കാൻ സാധിക്കും എന്ന് സണ്ണി ജോസഫ് പറഞ്ഞ പോലെ അൻവറിന് അവിടുത്തെ ജനങ്ങളുമായൊരു ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് തെളിയിക്കുന്നുണ്ട് എന്ന് KPC പ്രസിഡന്റ് പറയുന്നുണ്ട്. അപ്പോൾ അൻവർ ആ ഒരു ഇത് തെളിയിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അൻവറിന്റെ ഒരു സ്കോപ്പ്? അൻവറിന് സ്കോപ്പുണ്ട്, പക്ഷേ അൻവറിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല അൻവർ ചെയ്യുക. സത്യത്തില് ഇലക്ഷന് മുമ്പുള്ള അൻവറിനേക്കാൾ ശക്തനാണ് ഇലക്ഷന് ശേഷമുള്ള അൻവർ. അതായത് ഇലക്ഷന് നിൽക്കുന്നത് അയാളുടെ ഒരു മണ്ടത്തരമായി പോകും എന്ന പൊതുധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അത് UDF നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ഈ ഒരു ഇലക്ഷനോട് കൂടി അൻവർ റെലവന്റ് ആയി പോവും, അയാൾ പുറത്തായി പോവും എന്ന ധാരണ ഉണ്ടായിരുന്നു. LDF ഉണ്ടായിരുന്നു. NDF ഞങ്ങൾ അയാളെ കണക്കാക്കുന്നേയില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കല്ലോ. നമ്മൾ കാണേണ്ട ഒരു കാര്യം, രണ്ട് മുന്നണികൾക്കും കിട്ടിയതിന്റെ 3/1 വോട്ട്, ഏതാണ്ട് 3/1 വോട്ട് അയാൾക്ക് ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ജനങ്ങളുമായി നല്ല ബന്ധമുണ്ട്, ജനങ്ങൾ അയാളെ വിശ്വസിക്കുന്നുണ്ട്. അത് ഏത് പക്ഷത്തു നിന്നും, രണ്ടു പക്ഷത്തു നിന്നും LDF-ന്റെയും UDF-ന്റെയും വോട്ട് അയാൾ ഒരേപോലെ ചോർത്തിയിട്ടുമുണ്ട്. കുറെ കൂടി ഒരു എന്താ പറയുക ബാർഗൈനിങ് പവറുള്ള അൻവറാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ അതിന്റെ സൂചനകൾ വന്നു. അതിന്റെ പകുതി വോട്ട് 40% വോട്ട് ഉണ്ടാകുമ്പോൾ തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞു നമ്മൾ വാതിൽ അടയ്ക്കുന്നുള്ളത് പൂട്ടിടുന്നത് തുറക്കാൻ വേണ്ടി കൂടിയാണ്, അത് തുറക്കാം എന്നുള്ള മട്ടിൽ അയാൾ പറയുന്നു. അദ്ദേഹം സംസാരിച്ചു. അൻവർ അതിനോടും പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിച്ചു. ഇന്ന വിഷയങ്ങളുണ്ട്, എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരാം, ചർച്ച നടത്താം എന്നൊക്കെയുള്ള മട്ടിൽ ആ തരത്തിൽ ചർച്ച നടത്തുകയും കാര്യങ്ങൾ ധാരണയാവുകയും പോവുകയും ചെയ്തുകൊണ്ട് അൻവറിന് ഒറ്റയ്ക്ക് പോകാം. ഇല്ലെങ്കിൽ അൻവർ പറഞ്ഞിരിക്കുന്നത് ഞാനിങ്ങനെ ഈ മലയോര ജനതയുടെ ഒപ്പം ചേർന്ന് പുതിയ മുന്നണി ഉണ്ടാക്കും, പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്.
അൻവറിനെ UDF പരിഗണിക്കാതിരിക്കുന്നതിനകത്തെ ഒരു പ്രശ്നം ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടാത്ത ഒരു പ്രശ്നമാകാനാണ് സാധ്യത. അൻവറിന് ഇപ്പോൾ ഒരു നല്ല അവസരമാണ്. അതായത് ആ തരത്തിൽ എന്താ പറയുക ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അൻവറിന് കൂടുതൽ സാധ്യതയുണ്ട്. ഈ ഒരു 20,000 വോട്ട്, 20,000-അടുത്തുള്ള വോട്ട് എന്ന് പറയുന്നത് അയാളുടെ ഒരു മൊറയിൽ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ അയാളുടെ അനുയായികൾക്ക് കുറെ കൂടി ശക്തി പകരുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയതിന് ശേഷം അയാൾ ധാരാളം യൂണിറ്റുകൾ അതിന്റെ ഉണ്ടാക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ പോയി നടന്ന് യൂണിറ്റുകൾ ഉണ്ടാക്കി ആ ലെവലിലേക്ക് അയാൾ മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു മികച്ച സംഘാടകനാണ് ഇയാള്. അതേപോലെ തന്നെ 24 മണിക്കൂറും ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പൊ നമ്മൾ ഇലക്ഷന്റെ ദിവസം ആദ്യത്തെ വോട്ടുകൾ വന്ന് ഇനി പോത്തുകല്ലാണ്, പോത്തുകല്ലിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരുന്ന സമയത്ത് പോത്തുകല്ലിലും തിരിച്ച് ഫലം വരികയാണ്. ഈ പോത്തുകല്ല് എന്നൊക്കെ പറയുന്ന പഞ്ചായത്ത് നേരത്തെ എന്താ പറയുക UDFന്റെ പഞ്ചായത്തായിരുന്നു. അത് LDFന് പിടിച്ചു കൊടുക്കുന്നത് അൻവറാണ്. അല്ലെങ്കിൽ അത്തരം കരുക്കൾ നീക്കുന്ന അങ്ങനെയാണ്. തോറ്റേന് ശേഷം ചുങ്കത്തറ പഞ്ചായത്ത് തിരിച്ചു കൊടുക്കുന്നതും അൻവറാണ്. അപ്പൊ എവിടെ എങ്ങനെ ഏത് തരത്തിൽ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അയാൾക്ക് ധാരണയുണ്ട്. അപ്പൊ അത് അയാൾ ഇതേപോലെ വീട് കയറിയില്ലെങ്കിലും അയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് അയാൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. റൈറ്റ്. ഈ അൻവറിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പുറത്ത് UDFന്റെ കാര്യം കൂടെ നമ്മൾ സംസാരിക്കണമല്ലോ. UDFിലേക്ക് അൻവർ വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ഇതൊക്കെ ഡ്രമാറ്റിക് ആയിട്ട് മാറി മറിയുന്നത്. വലിയ എതിർ ശബ്ദങ്ങൾ UDFിനകത്തുണ്ടാകുന്നു. ഒരു കാരണവശാലും ഈ വാതിൽ തുറക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നു. അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അത് UDFിനെ വലിയ തോതിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള സംഗതികളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അൻവറിന് ഇത്രയും വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ UDFിന് 11,077 എന്ന് പറയുന്ന അത്യാവശ്യം ഭേദപ്പെട്ട മാർജിൻ ഉണ്ട്. അത്യാവശ്യം ഭേദപ്പെട്ട മാർജിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ സുഭാഷ് സംസാരിച്ച് പറഞ്ഞില്ല, ആര്യാട് മുഹമ്മദ് 2015 ജയിക്കുമ്പോൾ 5000 ചില്ലറ വോട്ടായിരുന്നു ഭൂരിപക്ഷം. ഇപ്പോൾ അത് 11,077 എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കുന്നു. അപ്പം ഇത്രയും ഭൂരിപക്ഷമുണ്ട്. UDFിനെ സംബന്ധിച്ച് UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ട് UDFിന് അത്ര എളുപ്പമായിരിക്കും അൻവറിനെ, അല്ലെങ്കിൽ UDF എളുപ്പത്തിലൊരു തീരുമാനം എടുക്കും അൻവറിനെ കൂടെ കൂട്ടാമെന്ന്. യഥാർത്ഥത്തിൽ അൻവർ UDFിലേക്ക് പോവുക എന്നതായിരുന്നു അതിന്റെ സ്വാഭാവികത. സാധാരണഗതിയിൽ നമ്മളിപ്പം സതീശനെതിരെയൊക്കെ ഈ കോൺഗ്രസിനകത്ത് ഉയരുന്ന ഒരു പരിഹാസം അതല്ലെങ്കിൽ ഒരു പോരായ്മയായി ഉന്നയിക്കപ്പെടുന്നത് ഇപ്പൊ കരുണാകരന്റെ കാലത്ത്, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആണെങ്കിൽ പോലും ഇങ്ങനൊരു അവസരം കയ്യിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് സാധാരണ കോൺഗ്രസ്സുകാരുടെ ഒരു അസംഷൻ ഉണ്ട്. ജനറൽ ഇലക്ഷനിലേക്ക് പോകുന്നതിന്റെ ഒരു വർഷത്തിൽ താഴെ സമയമുള്ളപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തൊട്ട് മുമ്പത്തെ 2 ഇലക്ഷന് മുമ്പ് അപ്പുറത്തേക്ക് പോയ ഒരാൾ തിരികെ വരുന്നു. പഴയ കോൺഗ്രസ്സുകാരൻ തന്നെ തിരികെ വരുന്നു. സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? അയാൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള അവിടുത്തെ സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടും. അയാൾ ഉന്നയിച്ച പ്രശ്നങ്ങളെ പ്രതിപക്ഷത്തിന്റെ പ്രശ്നമായി മൊത്തത്തിൽ ഏറ്റെടുക്കും. അയാൾക്ക് അവിടെ മത്സരിക്കുന്നതിനിപ്പോ ജോയിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കരുണാകരനാകട്ടെ ഉമ്മൻചാണ്ടി ആകട്ടെ അവർക്ക് കൊടുക്കേണ്ട ഉറപ്പുകൾ കൊടുക്കും. എന്നിട്ട് അൻവറിനെ മുന്നിൽ നിർത്തി UDF മത്സരത്തിലേക്ക് പോകും. വലിയൊരു മാർജിനിൽ ഉപതെരഞ്ഞെടുപ്പ് UDF വിൻ ചെയ്യും. എന്നിട്ട് അൻവറിനെ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തിന്റെ കുന്തമുനയായി മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിക്കും. ഇതാണ് സാധാരണഗതിയിൽ കേരള രാഷ്ട്രീയത്തിലെ ഐക്കോണിക് ആയ ലീഡേഴ്സ് ചെയ്യാറുള്ളത്. ഇവിടെ പക്ഷേ അത് സംഭവിച്ചില്ല എന്നതാണ് സതീശനെതിരെ ഉയർന്നു വന്ന വിമർശനം. ആ അവസരം മുതലെടുത്തില്ല. ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ഫോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു അവസരത്തെയും ഒരാളെയും ഉപയോഗപ്പെടുത്തിയില്ല എന്ന വിമർശനമാണ് ഇന്റേണലി വന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ അൻവറിന്റെ വരവ് ഉണ്ടാക്കാവുന്ന ചില ശൈഥില്യങ്ങളായിരിക്കാം സതീശനെ പിന്തിരിപ്പിച്ചത്. അല്ലെങ്കിൽ അൻവറിന്റെ സ്റ്റെബിലിറ്റി പ്രശ്നമായിരിക്കാം, എന്തൊക്കെ പിന്നീട് ഉന്നയിക്കപ്പെടും എന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ക്ലാഷുമാവാം. അതല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് മറുകണ്ഠം ചാടിപ്പോകും എന്ന ഈ തെരഞ്ഞെടുപ്പിനെ മാത്രം മുൻനിർത്തിയുള്ള ഒരു കാര്യമാകാം. പക്ഷേ ഇന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സതീശന്റെ ഭാഗത്തുനിന്ന് വരുന്ന റെസ്പോൺസ് ആണെങ്കിലും അതിനോട് അൻവർ എടുക്കുന്ന നിലപാടാണെങ്കിലും മുസ്ലിം ലീഗും അൻവറും തമ്മിൽ വന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ട്. ഇതൊക്കെ വെച്ച് അൻവർ ഈ ഒരു 3ാം മുന്നണി പരീക്ഷണത്തിലേക്കൊന്നും പോകാതെ UDFന്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിൽ അത്
പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ അൻവർ ഉണ്ടാകുന്ന ഒരു സാധ്യത എമേർജ് ചെയ്ത് വരും എന്നാണ്. അത്രയുമേ അൻവറിനും പൊട്ടൻഷ്യൽ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു മൂന്നാം മുന്നണി കേരളമാകെ രൂപീകരിച്ച് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു സോളിഡായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരാളായിട്ട്, അങ്ങനെ ഈ മണ്ഡലത്തിനും ആ ജില്ലക്കും പുറത്തൊരു ഇത് തെളിയിക്കാവുന്ന ഒരാളായിട്ട് അൻവർ അങ്ങനെ ആയിട്ടില്ല, അല്ലെങ്കിൽ അതല്ല അൻവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ സതീശൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തു. റിസൾട്ട് വരുമ്പോൾ സതീശൻ വിൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സതീശൻ എടുത്ത സ്റ്റാൻഡ് ശരിയായിരുന്നു എന്ന് സതീശൻ ഉറപ്പിച്ച് പറയാം. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സതീശൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്തത്. പക്ഷെ എങ്കിൽ പോലും UDF സംബന്ധിച്ച് നിലമ്പൂർ ഇലക്ഷൻ മുമ്പുണ്ടായിരുന്ന സതീശനും നിലമ്പൂർ ഇലക്ഷന് ശേഷമുള്ള സതീശനും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല. സതീശൻ കുറെ കൂടെ എന്താ പറയുക, ഉറച്ച ശബ്ദമുള്ള ഒരു പൊട്ടൻഷ്യൽ CM കാൻഡിഡേറ്റ് ആയിട്ട് മാറിയിട്ടില്ല UDF. തീർച്ചയായും സതീശനുള്ള ഒരു ഗുണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, ഈ സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സതീശൻ നേരിട്ട് നിന്നാണ് ലീഡ് ചെയ്തത്. അത് തൃക്കാക്കരയിലാണെങ്കിലും പുതുപ്പള്ളിയിലാണെങ്കിലും ഒക്കെ സതീശൻ നേരിട്ട് നിന്ന് അത് ലീഡ് ചെയ്യുന്നു. ഈ റിസൾട്ട് എന്റെ മേലുള്ള വിധിയെഴുത്തായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം അതിനു മുമ്പ് തന്നെ നടത്തും. ഇത് തോറ്റാൽ ഞാനാണ് ഉത്തരവാദി എന്ന മട്ടിൽ അതിവിടെയുണ്ടായി. അത് വിൻ ചെയ്യുകയും ചെയ്തു. ചേലക്കര ഒഴികെ എല്ലായിടത്തും വിൻ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം UDF പരമ്പരാഗത മണ്ഡലങ്ങളുമാണ്. അത് വിൻ ചെയ്തു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലെജിറ്റിമസി അയാളിലേക്ക് വന്നു. കാരണം ഇനി കാര്യങ്ങൾ മാറി മറിയാനുള്ള സാവകാശവും വളരെ കുറവാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കുകയും അതും ഇത്രയും റിസ്കിയാണത്. വളരെ റിസ്കി ആയൊരു തീരുമാനമെടുത്തിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടാക്കുന്നത്. UDF പരിക്കൊന്നും സംഭവിച്ചില്ല. അൻവർ അവിടെ വലിയ വോട്ട് പിടിച്ചെങ്കിലും UDF പരിക്കൊന്നും സംഭവിച്ചില്ല. ഒരു പക്ഷേ കുറെ കൂടി ഒരു മുന്നണിയുടെ കെട്ടുറപ്പുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സതീശനാണ് കുറെ കൂടി സ്ട്രോങ് ആവുന്നത്. സതീശന്റെ ഭാഗം കുറെ കൂടി സ്ട്രെങ്തൻ ചെയ്യപ്പെടുകയാണ് ഈ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു UDF ഉണ്ടാക്കുന്ന വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഈ UDF തന്നെയാണ് ഞാൻ വരുന്നത്. ഈ റിസൾട്ട് UDF വിചാരിക്കുന്നത് 2026 ഇപ്പോൾ സതീശൻ പറഞ്ഞു വെച്ചാൽ 2026 ടീം UDF 100-ലധികം സീറ്റിൽ ജയിച്ച അധികാരത്തിൽ വരും. അതിൻ്റെ തുടക്കമാണ് നിലമ്പൂർ ഉണ്ടായതെന്ന്. ഇത് UDF കൊടുക്കുന്ന ഒരു മൊറൽ ബൂസ്റ്റർ. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ടിനെ ആകെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു മൊറൽ ബൂസ്റ്റർ ഉണ്ടാകും. അങ്ങനത്തെ ചില സൂചനകളുണ്ട്. കാരണം ഇത് നിലമ്പൂർ സെൻട്രിക് ആയിട്ടുള്ള ഒരു വിധി ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അങ്ങനെയാണ് എൻ്റെ വോട്ടിംഗ് പാറ്റേൺ. ഒരു ആദ്യഘട്ടത്തിൽ തോന്നുന്ന ഒരു അനാലിസിസ് തോന്നുന്നത് അക്രോസ് എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിൽ എല്ലാ ഏരിയയിലും ഉണ്ട്. അത് ഈ വെറും മുസ്ലിം കൺസോളിഡേഷൻ കൊണ്ട് മാത്രമല്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി നേരത്തെ രാജീവ് പറഞ്ഞ കാര്യം, ഇറ്റ്സ് എ ക്രോസ് സെക്ഷൻ എന്നാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി, ഹിന്ദുക്കളുണ്ട്, അതിൽ വിവിധ ജനവിഭാഗങ്ങളുണ്ട്. ആ ക്രോസ് സെക്ഷൻ ആണ് എന്ന് അത് പറയുമ്പോൾ അത് വളരെ കൃത്യമാണ്. അതാണ് ഇന്ന് വന്നതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതായത് ഇതൊരു ക്രോസ് സെക്ഷൻ ആണെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് പറഞ്ഞത്. അതെ, കേരളത്തിന്റെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അത് ഈ പാറ്റേൺ തുടരുകയാണെങ്കിൽ 100 സീറ്റോ, അല്ലെങ്കിൽ അത് സീറ്റിന്റെ എണ്ണം അല്ല പ്രശ്നം. ഈ രീതിയിൽ ഇപ്പം ഇത്രയും വലിയ രീതിയിൽ കമ്മ്യൂണലൈസേഷൻ നോക്കിയിട്ടും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും മറ്റ് പല ഘടകങ്ങളിലൂടെയും CPM ശ്രമിച്ചിട്ടും അതൊന്നും നടന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം CPM-ന് ഭയക്കാനുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ ഇത് ഇപ്പോൾ അൻവർ ഫാക്ടർ മലപ്പുറത്തിനപ്പുറത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. പുറമെ മൂന്നാം മുന്നണിയോ അങ്ങനെ ഒരു സാധനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഈ വോട്ടിംഗ് ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ CPM ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്രശ്നം. വളരെ അഗ്രസീവായിട്ട് ഇനിയും ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDPI എന്ന് പറഞ്ഞിട്ടാണോ ഇലക്ഷന് പോവുകയാണെങ്കിൽ അത് ഏത് രീതിയിൽ ബാധിക്കും? ഇത് ഇപ്പം ഉണ്ണാലിക്കുട്ടി പറഞ്ഞത് ഇത് അങ്ങനെയുള്ള പ്രചരണം എന്നുള്ളത് കേരളത്തിന്റെ സൈക്കിയോടുള്ള വെല്ലുവിളിയാണെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു നെറേറ്റീവ് UDF വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ അത് നേരിടാൻ CPM കുറച്ച് ബുദ്ധിമുട്ടും. കാരണം ഇതുവരെ കഴിഞ്ഞ ഇലക്ഷൻ 19 ഇലക്ഷന് ശേഷം ഇതുവരെ ഉണ്ടായിരുന്ന
CPM-ന്റെ ക്യാമ്പയിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ സാമുദായികതയും ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആ ഭരണവിരുദ്ധ വികാരത്തെ അവർക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പൊ അതിനെ സക്സസ് ആയിട്ട്, അതിനെ വളരെ വിജയകരമായിട്ട് നിലമ്പൂരിൽ നേരിടാൻ കഴിഞ്ഞു. UDF കഴിഞ്ഞു. അപ്പൊ ഭരണവിരുദ്ധ വികാരത്തെ മറച്ചുവെക്കാൻ വർഗീയത പറയുന്നത് വിജയിക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൽ കൂടുതൽ വർഗീയത പറയുക, അല്ലെങ്കിൽ ഈ ഒരു പതുക്കെ പിൻവാങ്ങിയിട്ട് രാഷ്ട്രീയം എന്താണോ CPM എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം എന്നുള്ളത്, ആ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വരുമ്പോൾ ഈ ഉണ്ടാവുന്ന ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ. എന്നാൽ ഈ രീതിയിൽ തന്നെയാണ് CPM-ഉം UDF-ഉം നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും CPM-ന്റെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. കാരണം മറ്റൊന്നും CPM-ന്റെ ആവനാഴിയിൽ ഉള്ളതായിട്ട് നമുക്ക് ഇപ്പോൾ തോന്നുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വന്ന് അത് അനലൈസ് ചെയ്യുമ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത് വർഗീയ കക്ഷികളുടെ വിജയമാണ് എന്നതാണ് പറഞ്ഞത്. BJP-യുടെ വോട്ട് കൊണ്ടാണ് BJP സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നോക്കാവുന്ന കാര്യം BJP-യുടെ വോട്ട് കൂടിയിട്ടാണുള്ളത്, കൂടിയതാണ്. അപ്പൊ സുഭാഷ് എല്ലാവർക്കും സന്തോഷം എന്ന് പറയുന്നത് BJP സന്തോഷം പറയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ 156 വോട്ട് കൂടിയിട്ടുണ്ട്. ആ വെൽഫെയർ പാർട്ടിക്ക് സന്തോഷമാണ്. കാരണം അവർക്ക് അവരുടെ UDF പ്രവേശനം, അൻവറിന്റെ UDF പ്രവേശനമാണല്ലോ നമ്മളെല്ലാവരും ചർച്ച ചെയ്തത്. അപ്പം വെൽഫെയർ പാർട്ടിയുടെ UDF പ്രവേശനം വളരെ എളുപ്പമാണ്. അപ്പം കാരണം അവർക്ക് ഇത് മത്സരിക്കാം. ഞാൻ അതിലേക്ക് അത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിന്റെ പ്രീപോൾ അനാലിസിസിലും ഇതൊരു വിഷയമായിട്ട് വന്നിരുന്നു. ഇന്നും സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ നയങ്ങൾ മാറിയിരിക്കുന്നു എന്ന ടോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതോ ഒരു കുറ്റമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ VD സതീശനെ പോലൊരു നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിറം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് UDF സതീശൻ ഇപ്പോഴും ആവർത്തിക്കുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് വരും UDF-ന്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓവർഡോസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാൻ പോകില്ല. വെൽഫെയർ പാർട്ടിയെ ഒരു അസോസിയേറ്റ് മെമ്പറോ അല്ലെങ്കിൽ ഒരു മെമ്പറായി തന്നെ വെക്കുകയും അവർക്ക് ഒരു സീറ്റോ 2 സീറ്റോ കൊടുക്കുകയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചതാണ്. ഇനി UDF വിജയിക്കുകയാണെങ്കിൽ ഒരു മന്ത്രിയെ കൊടുക്കുക, അതാണ് ഇതിന്റെ നാച്ചുറൽ പ്രോസസ്സ്. അപ്പൊ ജമാഅത്ത് അപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. അപ്പം ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞ ദൈവികേതര വ്യവസ്ഥയിൽ കുഞ്ചിക സ്ഥാനങ്ങൾ വഹിക്കാൻ പറ്റില്ല, അതായത് നിലപാട് മാറ്റി. ആ നിലപാട് മാറ്റം അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ അനിസ്ലാമികമായ വ്യവസ്ഥയിൽ മന്ത്രിയാവാൻ പറ്റും. അപ്പൊ അവർക്ക് ഇംപ്ലിമെന്റ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് എന്ത് സംഭവിക്കും? അപ്പൊ അൻവറിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ആര് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കാര്യം കൂടിയാണ്. കാരണം ഇത് വളരെ എളുപ്പമാവും. കാരണം ഇവിടെ ഒരു മുന്നണി പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ മാധ്യമങ്ങളും അതിന്റെ പ്രോപ്പഗാൻഡയും ഒക്കെ UDF വേണ്ടി വർക്ക് ചെയ്തത്. അത് കൂടുതൽ ശക്തമാവുകയും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധം ഉണ്ടാവുകയും അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അൻവർ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു വരുന്നു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നാദാപുരത്ത് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത് വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന തമാശയാണ്. അല്ല, ഈ വെൽഫെയർ പാർട്ടിയുടെ ഇടപെടൽ ഇപ്പൊ മാത്രമൊന്നുമല്ല. വെൽഫെയർ പാർട്ടി ആദ്യഘട്ടത്തിൽ LDF-ന് വോട്ട് കൊടുത്തത് പോലും LDF-ൽ എന്താ പറയുക ഘടകകക്ഷിയാവും എന്നുള്ള സങ്കല്പത്തിലാണ്. അത് നടക്കാതെ വരികയും ഒരു ഘട്ടത്തിൽ ഈ CPM-ല് എന്താ പറയാ ചേരിതിരിവും ബഹളങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് ഇവര് VS അച്യുതാനന്ദൻ പുറത്തു വരും, അന്ന് വെൽഫെയർ പാർട്ടിയിൽ ഇതും കൊടുക്കുന്ന ചിന്ത പോലും ഉണ്ടായി. അത്തരത്തിൽ വളരെ സീരിയസ് ആയി തന്നെ അവർ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ സുഭാഷ് ഇപ്പോ CPM-ന്റെ കാര്യം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് CPM-ന് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്താ? ഇപ്പോൾ ആവർത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്ത രീതി നമുക്കറിയാമല്ലോ. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്നിട്ട് ഇത് വർഗീയ ശക്തികളുമായി പിന്തുണയോട് കൂടിയ ജയമാണ്. അവരുടെ മുഴുവൻ വോട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല കേട്ടോ, അവരുടെ വലിയ പിന്തുണയിൽ കിട്ടിയ ജയമാണ് എന്ന് പറയുന്നുണ്ട്.
യഥാർത്ഥത്തിൽ ഈ നിലമ്പൂർ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ആയിട്ട് CPM കുറെ ഗുണം ഉണ്ടായിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. അത് സ്വരാജ് മത്സരിച്ചുകൊണ്ടുകൂടിയാണ്. വേറെ ആരും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ റിസൾട്ട് അവിടെ ഉണ്ടാവാറ്, ഇത്രയും വോട്ട് അവർക്ക് കിട്ടുമായിരുന്നില്ല. അവരുടെ ഒരു പാർട്ടി സംഘടനാ സംവിധാനത്തെ ഇത്രത്തോളം തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുവാനില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. ഈ പരാജയം CPM കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? അത് അവർ ശരിയായി മനസ്സിലാക്കുന്നുണ്ടോ? അതോ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടത്തിൽ പറഞ്ഞ ഒരു തുടർ ഭരണം പിണറായി 3.0 അത് ഇനിയും നടക്കും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അവർ? എൻ്റെ ഒരു ഫീല്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം അതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ട് വന്നിരുന്ന ഒരു സംഭവം, വലിയ തോതിൽ BJPക്ക് വോട്ട് കൂടി, വല്ലാത്ത തോതിൽ അത് കൂടി. സാധാരണ ഇതിൽ നമ്മുടെയൊക്കെ ഒരു സങ്കല്പം കോൺഗ്രസിൽ നിന്നുള്ള ഒഴുക്കുണ്ടാവുന്നതായിരുന്നു. പക്ഷെ അത് സൂക്ഷ്മമായ നോട്ടത്തിൽ കൂടുതലും CPM-ൽ നിന്നാണെന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഒഴുക്ക് അവസാനിപ്പിക്കണം. അന്ന് ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം വന്നത് മുസ്ലിം പ്രീണനം നടക്കുന്നു, CPM-ന്റെ നേതൃത്വത്തിൽ മുസ്ലിം പ്രീണനം നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒഴുക്ക് എന്നത് അവർ മനസ്സിലാക്കിയിട്ട് അത് തടഞ്ഞു നിർത്തണം എന്നൊരു ചിന്ത അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പക്ഷേ അവർ വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള മാർഗമാണ് സ്വീകരിച്ച് അപ്പടി എടുത്ത് മറിച്ചിട്ട് ഇപ്പുറത്തേക്ക് തരത്തിലേക്ക് അത് മാറുകയാണ് ചെയ്തത്. അതായത് ഏതെങ്കിലും ഒരു നയംമാറ്റം വളരെ കൃത്യമായ തരത്തിൽ വിശദീകരിക്കപ്പെട്ട് അതിനാവശ്യമായ ഒരു സമയം എടുത്തിട്ട് നടപ്പാക്കേണ്ടിയിരുന്നത് ഈ വളരെ അൺപ്രൊഫഷണൽ ആയിട്ട് ആ നേതാക്കന്മാർ എന്താണോ സെക്രട്ടേറിയറ്റിലെ ആകെ മൊത്തം, അതിന് പകരം ഇവിടെ വന്നിപ്പോ രാഹുൽ ഗാന്ധി അടക്കം ജയിച്ചത് ഈ വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് എടുത്തടിച്ച് കൊണ്ടുപോവാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലും വെൽഫെയർ പാർട്ടി UDF-ന് വോട്ട് കൊടുത്താണ്. അവിടെ ഇല്ലാത്തതിനേക്കാൾ അന്നത്തേനേക്കാൾ ലൗഡായി ഈ കാര്യം നിലമ്പൂർ പറയുന്നത് ഈ ഒരു അജണ്ട മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ്. അതായത് അവരുടെ അണികളിൽ നിന്നുള്ള BJP ഒഴുക്ക് അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ അടുത്ത ഇലക്ഷനിൽ 2016 ഇലക്ഷനിൽ ഏതെങ്കിലും തരത്തിൽ ഗുണപ്രദമാവും ഈ ഒരു നിലപാടെന്ന് അവർ കരുതുന്നുണ്ട്. ഈ നിലമ്പൂരിൽ എന്താ പറയാ തിരിച്ചടി ഉണ്ടായാലും 2016 പൊതുവെ കേരളം വരുമ്പോ 2026 പൊതുവെ കേരളത്തിൽ മൊത്തത്തിൽ ഈ ഒരു പ്രൊപ്പഗണ്ട ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാമുദായിക ശക്തികളുടെ ഒരു മറ്റു തരത്തിലുള്ള ധ്രുവീകരണം, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മേഖലയിലൊക്കെ ഉള്ള അത് ആ തരത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു സങ്കല്പം അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോ വീണ്ടും ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷവും ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയാതെ തന്നെ, പേര് പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഗവർണർമാർ ആ സംഭവം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് വർഗീയ ശക്തികളുടെ അവരുടെ കൂടി സ്വാധീനത്തിലുള്ള വിജയമാണ് എന്ന് പറയുന്നത് ഈ ഒരു വിശാലമായ ലക്ഷ്യം കണ്ടിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിപ്പോ BJP-യുടെ ഇപ്പോൾ സമീപകാലത്തൊന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ കണ്ടിട്ടില്ല. MT രമേശിന്റെ ഒരു പ്രസ്താവന കണ്ടു, ജമാഅത്തിന്റെ വിജയമാണ് നിലമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന കണ്ടു. MV ഗോവിന്ദന്റെ ഈ വാർത്താ സമ്മേളനത്തിന്റെ കഴിഞ്ഞതിന്റെ തൊട്ട് പുറകെയാണ് ഈ MT രമേശിന്റെ പ്രസ്താവന. ഇത് രണ്ടും തമ്മിൽ ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതെന്ന പ്രസ്താവനയല്ല. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് CPM-ന്റെയും BJP-യുടെയും നേതാക്കന്മാർ പരസ്പരം മാറിപ്പോകുന്നുണ്ട്, സംശയമുണ്ട്. അതിന്റെ പ്രസ്താവനകൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഇത് തമ്മിലുണ്ടോ? ഞാൻ ചോദിക്കാവുന്ന ഇതാണ്, ഇതേ പ്രസ്താവന MT രമേശിനകത്ത് ഞാൻ അവിടെ ഈ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിലമ്പൂർ മണ്ഡലം ഒരു കേരളത്തിന്റെ ക്രോസ് സെക്ഷൻ ആണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്യുന്നത്. അത് വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ്. നമ്മൾ ഏതാണ്ട് നോക്കിയാൽ അങ്ങനെ തന്നെ നമുക്ക് കാണാനും പറ്റും. ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്, മലയോരം ഉണ്ട്, ഹിന്ദു പോപ്പുലേഷൻ ഉണ്ട്, അതിൽ തന്നെ ഈഴവ പോപ്പുലേഷന്റെ ഒരു എന്താ പറയുക സാന്നിധ്യം കൂടുതലുണ്ട്, മുസ്ലിം മൈനോറിറ്റി ഉണ്ട്. അപ്പോൾ ഈ ക്രോസ് സെക്ഷന്റെ റിസൾട്ടാണിത് എന്ന് CPM മനസ്സിലാക്കണ്ടേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതില് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന അതിൽ വളരെ ക്രൂഷ്യലാണ്. അദ്ദേഹം ഇതില് പിന്നെ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാവും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. ഇന്ന് വന്നിട്ടും അദ്ദേഹം അതേ സാധനം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഉള്ള ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ സ്വരാജിന് വരണം. അത് നമ്മൾ ഇതിൽ കാണുന്നില്ല. സ്വരാജിന് ഇൻ കേസ് വെള്ളാപ്പള്ളിയുടെ താല്പര്യം ഇതായിരുന്നെങ്കിൽ അദ്ദേഹം നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് SNDP-കാരുടെയെങ്കിലും വോട്ട് കൊടുത്തിരുന്നെങ്കിൽ. അപ്പൊ കഴിഞ്ഞ തവണ പക്ഷേ SNDP-കാരുടെ വോട്ട് VV പ്രകാശിന് പോയിട്ടുണ്ടായിരുന്നു. VV പ്രകാശിന്റെ വോട്ടിന്റെ ഹൈറ്റ് കൂടിയത് അതുകൊണ്ടാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഏക ഹിന്ദുവായ സ്വരാജിന് അതിന്റെ ഗുണം കണ്ടേനെ. അത് നമ്മൾ നേരിട്ട് കാണുന്നില്ല അത്തരം കാര്യം. ഇതൊക്കെ ഒരു എന്താ പറയുക സങ്കല്പലോകത്തെ വ്യാഖ്യാനങ്ങളാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ ഒരു വർഗീയത ഇളക്കി വിട്ട് വോട്ട് കൂടാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അത് നിലമ്പൂര്. നമ്മളൊരു ഏതെങ്കിലും ഒരു മറ്റു പ്രദേശം പോലെ ഒരു പഠനങ്ങളോ അല്ലെങ്കിൽ പരസ്പരം ആളുകളില്ലാത്ത അല്ലെങ്കിൽ പരസ്പരം ബന്ധങ്ങളില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമല്ല. എത്രയോ വർഷങ്ങളായി ആളുകൾ ഒന്നിച്ചും
എന്താ പറയാ ഒരേ കുടുംബത്തിൽ നമുക്ക് ഒരു 10 വീട് എടുത്താൽ അതിൽ 5 വീട് 4 വീട് മുസ്ലിങ്ങൾ, 4 ക്രിസ്ത്യാനികൾ, 2 ഹിന്ദുക്കൾ എന്നൊക്കെ ആ തരത്തിൽ ഉള്ള വീടുകളാണ്. അല്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൂടി താമസിച്ച് നിൽക്കുന്ന ഇടയിൽ പോയി പെട്ടെന്ന് വർഗീയത ഉണ്ടാക്കാൻ നിന്നാൽ അത് പരാജയപ്പെടുകയുള്ളൂ. റൈറ്റ്. ബഷീർ എന്താ തോന്നുന്നത്? ഇത് UDF മൊറൽ ബൂസ്റ്ററാണ്, അതിൽ യാതൊരു തർക്കമില്ല. അത് അവരുടെ നേതാക്കളുടെ ഇന്നത്തെ റിയാക്ഷനിൽ അവരുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മ്ലാനഭാവവും നമുക്ക് കാണാം. സ്വരാജിൻ്റെ വാർത്താസമ്മേളനത്തിൽ അതുണ്ട്, മീഡിയയോട് സംസാരിക്കുമ്പോൾ. ഇതൊരു മൊറൽ ബൂസ്റ്ററാണ്. പക്ഷേ ഇത് 2026 ഡിഫൈൻ ചെയ്യുന്ന ഒരു റിസൾട്ടായിട്ട് കാണണോ നമ്മൾ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒന്ന്, ഇത് മലപ്പുറത്തിന് പുറത്തും നിലമ്പൂരിന് പുറത്തും ഈ പാറ്റേൺ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഞാനത് പറയുന്നത് ജനം അതിന്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ്. ഏറെക്കുറെ പോപ്പുലേഷനിലും മുസ്ലിം പോപ്പുലേഷനിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് ഒഴിച്ചാൽ കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ് നിലമ്പൂര്. പക്ഷേ CPIM ഉന്നയിക്കുന്ന പ്രചാരണത്തിന്റെ ഇമ്പാക്ട് ഓരോ പ്രദേശത്തും ഓരോന്നായിരിക്കും എന്നാണ്. അതിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രശ്നം, അതിനെ നമുക്ക് യാതൊരു നീതീകരണവും ഇല്ലാതെ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുകയാണ് എന്ന് അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം ലീഗ്, SDPI, മുസ്ലിം സമൂഹത്തിലെ മറ്റ് സംഘടനകൾ, ഇതിൻ്റെ എല്ലാം ഒരു ധൈഷണിക നേതൃത്വം ഏറ്റെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി കുറേ അധികം കാലമായി നടത്തുന്ന ശ്രമങ്ങൾക്ക് ചെറിയ ചെറിയ റിസൾട്ട് ഉണ്ടായി തുടങ്ങുന്നുണ്ട്. UDFിലേക്ക് അവർ അസോസിയേറ്റ് മെമ്പറായിട്ടെങ്കിലും പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് ആ ശ്രമങ്ങളുടെ റിസൾട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹാഗിയ സോഫിയ തങ്ങളുടെ പ്രസ്താവന, അത് എവിടെ നിന്നാണ്? ട്രഡീഷണലായ ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ആ കാലം മുതൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ആ ചിന്താഗതിയുടെ ഒരു ചെറിയ ചെറിയ റിഫ്ലക്ഷൻ മുസ്ലിം ലീഗിനകത്തും നേതൃത്വത്തിനകത്തും വരുന്നുണ്ട്. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫാക്ച്വാലിറ്റി നോക്കാൻ നമുക്ക് പറ്റില്ല, എനിക്കറിയില്ല. പക്ഷേ അൻവർ ഉന്നയിച്ച പ്രശ്നത്തിന്റെ ഒരു മർമ്മം, അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്ന വിക്ടിംഹുഡ് ഫീലിംഗ് ഉണ്ടാക്കുക എന്നതാണ്. നമ്മൾ ഈ കാര്യം അല്പം കൂടി വിശാലമായി ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളെ എടുത്താലും, ഏത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ ക്രമസമാധാനത്തിന്റെ കാര്യമെടുത്താലും, മുസ്ലിം ജനസമൂഹത്തിന് ഏറ്റവും സുരക്ഷയുള്ള സംസ്ഥാനം കേരളം തന്നെയാണ്. അവിടെയാണ് പക്ഷേ ഈ വിക്ടിം ഫീലിംഗ് ഭയങ്കരമായി ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രചാരണത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അത് അവരുടെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ മാത്രമേ അതങ്ങനെ തിരിച്ചറിയാൻ പറ്റൂ. മുസ്ലിം സമൂഹത്തിനിടയിൽ നമ്മൾ ഇരയാക്കപ്പെടുകയാണ് എന്നൊരു ഫീലിംഗ് ട്രിഗർ ചെയ്തെടുക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ അൻവറുണ്ട്, മുസ്ലിം ലീഗുണ്ട്, SDPI ഉണ്ട്. ഈ പ്രശ്നമാണ് CPIM ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അത് ആത്മാർത്ഥതയോട് കൂടിയാണോ അല്ലെങ്കിൽ അവരുടെ പരാജയത്തെ മറച്ചു പിടിക്കാനാണോ എന്നതൊക്കെ വേറെ കാര്യം. 9 വർഷം തുടർച്ചയായി അധികാരത്തിലിരിക്കുകയാണ് ഈ സർക്കാർ. വികസനം ഒരു സർക്കാരിനും ഒരു തെരഞ്ഞെടുപ്പ് വിൻ ചെയ്യാവുന്ന ഒരു കാര്യമായി ഒരിക്കലും വരാറില്ല. കേരളത്തിൽ ഒരിക്കലും EMSന്റെ കാർമ്മികത്വത്തിൽ EK നായനാറുടെ ഭരണം ജനകീയാസൂത്രണം നടപ്പിലാക്കിയ കാലത്ത് പോലും വികസനം എന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വിൻ ചെയ്യാനുള്ള ഒരു മെറ്റീരിയലായി വരാറില്ല. സ്വാഭാവികമായും 9 വർഷം ഭരണത്തിലിരുന്ന ഒരു പാർട്ടി ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നേരിടേണ്ടി വരും. അവരുടെ മുമ്പിലുള്ള മുന്നോട്ട് അവർ നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം UDFിനകത്തെ ഒരു കോർ ഏരിയയെ ജമാഅത്തെ ഇസ്ലാമി ചെറിയ തോതിൽ ബാധിച്ചിരിക്കുന്നു എന്നതാണ്. അതൊരു പ്രശ്നമായി ഉന്നയിക്കാൻ അവർ തീരുമാനിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം, സുരേഷ് ഗോപിയുടെ ഒക്കെ വിജയത്തിന് ശേഷം, നേരത്തെ സുഭാഷ് ഇവിടെ പറഞ്ഞ പോലെ ഹിന്ദു വോട്ടിൽ നിന്ന് ഒരു ഒഴുക്ക്, ഒരു അടിത്തട്ടിലുള്ള ഒരു ഒഴുക്ക്, CPMന്റെ വളരെ ബേസ് വോട്ട് ബാങ്കായ ഈഴവ വോട്ടിൽ നിന്നുള്ള ഒരു ഒഴുക്കിനെ അവർ വലിയ തോതിൽ ഭയപ്പെടുന്നുണ്ട്. അതിന് വികസനം പറഞ്ഞ് അതിനെ മറികടക്കാൻ കഴിയില്ല, അതിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അവിടെ ഇമോഷണലായ ഒരു കാര്യം എടുത്തിടുകയാണ്. അതിൽ സൂക്ഷ്മത കുറവുണ്ട്. അത് ഉദ്ദേശിക്കുന്ന ലെവലിലല്ല പോകുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ നെഗറ്റീവായിരിക്കും. കേരളത്തിൻ്റെ ഒരു കമ്മ്യൂണൽ ഫാബ്രിക്കിനെ അത് നെഗറ്റീവായി ബാധിക്കും എന്നതൊക്കെ ഇതാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ അവർ ഉന്നയിക്കുന്ന പോയിന്റിനൊരു ചെറിയ ലെജിറ്റിമസി ഉണ്ട്. 2,
അത് ഉന്നയിക്കുന്ന കാര്യം നിലമ്പൂരിലോ മലപ്പുറത്തോ ഇമ്പാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തെ പൊതുവായി ബാധിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ സാധാരണ ചർച്ചയിൽ പോകാറുള്ള കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ വിട്ടുകളഞ്ഞൊരു കാര്യം, 2008 സംഭവിച്ച ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള കേരളം ഒരു 40-50 സീറ്റ് LDF ഉണ്ട്. ബാക്കി സീറ്റുകളിലേക്കുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഭരണം നിശ്ചയിക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു 30-40 സീറ്റുകളിലെ മത്സരം കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. അതുകൊണ്ട് പിണറായി 3.0 എന്നത് ഒരു വിദൂരമായ കാര്യമാണ് എന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് വന്നാൽ അതിനിപ്പോഴും അവിടെ സാധ്യത കിടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റൈറ്റ്. ഈ തെരഞ്ഞെടുപ്പ് പോലെ നമ്മുടെ മുന്നണി രാഷ്ട്രീയത്തിൽ, ഞാൻ അവസാനത്തെ ഘട്ടത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കേരള കോൺഗ്രസ് എമ്മിനെ ചൊല്ലിയുള്ള ചില ചർച്ചകൾ അവിടെ ഇവിടെയൊക്കെ കേട്ടു. അവർ വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് UDF പറയുന്ന അത്തരം എന്തെങ്കിലും സാധ്യതകളുണ്ട്? എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിൽ. ഇപ്പോൾ ഓൾറെഡി മുന്നണികളായി ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഇപ്പം LDF കഴിഞ്ഞ ദിവസം പറഞ്ഞ മുന്നണി വിപുലീകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വിപുലീകരിക്കണമെങ്കിൽ ആരെങ്കിലും വരണം. അപ്പൊ അങ്ങനെ വരാനുള്ള ഒരു ഫോഴ്സ് ആയിട്ട് രണ്ടിലും ഏർപ്പെടാത്ത ഒരു ഡിസൈസീവ് ഫോഴ്സ് മൂന്നാമതായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ മുന്നണി ഒരുപക്ഷെ നിലമ്പൂരിലെ വിധി മറ്റൊന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു റീ അലൈൻമെന്റിന് സാധ്യത ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പോകാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ട് ഒരു പെട്ടെന്നുള്ളൊരു മുന്നണി മാറ്റത്തിനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ. പക്ഷെ അതിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാനുള്ളല്ലേ. അപ്പം ബഷീർ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ചർച്ച, അത് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തേണ്ട കാര്യം അത് ഓൾറെഡി മാറ്റി നിർത്തിയതാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം എല്ലാ സംഘടനകളും ഒരുമിച്ച് മാറ്റി നിർത്തിയതാണ്. ആ മാറ്റി നിർത്തിയതിന് പിന്നിൽ ഒരു ഐഡിയോളജി ഉണ്ട്. നേരെ മറിച്ച് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇവരോട് എടുക്കുന്ന സമീപനത്തിൽ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇവരെടുക്കുന്നതും ലീഗ് എടുക്കുന്നതായാലും CPM എടുക്കുന്നതായാലും. അപ്പോൾ CPM ഇപ്പം കാണുന്ന പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിന്റെ അജണ്ട തീരുമാനിക്കുന്നു എന്നതാണെങ്കിൽ അതിനെ അങ്ങനെയായിരുന്നു നേരിടേണ്ടിരുന്നത്. അതിന് പകരം ജമാഅത്തെ ഇസ്ലാമി എന്തോ ഭീകര സംഘടനയാണ്, ജമാഅത്തെ ഇസ്ലാമി എന്തോ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു എന്ന രീതിയിൽ നെറേറ്റീവ് ഉണ്ടാക്കുമ്പോൾ അത് RSSന്റെ അജണ്ടയായിട്ട് മാറുകയാണ്. സൂക്ഷ്മതക്കുറവല്ല, അത് വെറും സൂക്ഷ്മതക്കുറവല്ല, അത് ഒരു അട്ടർ ഫെയിലിയറാണ്. അപ്പം അങ്ങനെയല്ല ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന പ്രശ്നത്തെ നേരിടേണ്ടത്. അതില് ബഷീർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇതിനെ ഇങ്ങനെ തിയററ്റിക്കലായിട്ട് ഡിഫൈൻ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ഇമോഷണൽ പ്രശ്നത്തെ കുറച്ചുകൂടെ ഇമോഷണൽ രീതിയിൽ ടാക്കിൾ ചെയ്യുക അല്ലെങ്കിൽ മറികടക്കാൻ ശ്രമിക്കുക. അതിൽ അപകടവും ബഷീർ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന. അപ്പോ അതിനാണ് ശ്രമിക്കുന്നത് CPM. CPMല് ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ടാണ് CPM പറയുന്നതെങ്കിൽ കേരളത്തിൽ പുറത്തു വേണ്ടത്. കേരളത്തിൽ തമിഴ്നാട്ടിൽ അവരിത് പറയുന്നില്ല. തമിഴ്നാട്ടിലോ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഇപ്പം അടുത്ത് തന്നെ നടക്കുന്ന സമരങ്ങളിൽ ജമാഅത്തിന്റെ സാന്നിധ്യം അവരെ അലോസരപ്പെടുത്തുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്ന പ്രശ്നം കേരളത്തിൽ മാത്രമാണോ പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പൊ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദം ഒന്നുമല്ല. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് UDFനെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചോ അന്നാണ് ഈ രീതിയിൽ അവർ തീരുമാനിക്കുന്നത്. അതിന് മുമ്പേ ഉണ്ടായിരുന്നല്ലോ. മുമ്പായിരുന്നു അതിന് ശക്തമല്ല. 2019 ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന മാറ്റുന്നത്. അതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞ പോലെ ഈ അനിസ്ലാമികമായ വ്യവസ്ഥയിൽ കുഞ്ചികാസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്താണ് CPM സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CPM അവരുടെ സപ്പോർട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൈകാര്യം ചെയ്യുന്നതിൽ CPM അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു എഡ്ജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവർ വിക്ടിം ഹുഡ് എന്ന് പറയുന്നത് അവർക്ക് ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു, ഒരു ഡിസ്പ്രൊപ്പോർഷനായിട്ട് തലത്തിൽ ഞങ്ങളെ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു ബോധം അവരിൽ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു വിക്ടിം ഹുഡ് കളിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തതും CPMന്റെ ഈ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ്.
അതാണ് ഇതിൽ പറയാനുള്ളത്. അങ്ങനെ ഒരു സംശയം കൂടി. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയിരുന്ന മുസ്ലിം സംഘടനകൾ വളരെ സീരിയസ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആശയപരമായ കാരണങ്ങൾ കൊണ്ടാണ് അവരെ അകറ്റി നിർത്തിയത്. പക്ഷെ അവർക്കൊരു ലെജിറ്റിമസി ചെയ്തുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തെ ഏത് തരത്തിലാണ് നേരിടുക, ഏത് തരത്തിലാണ് കാണുക? അല്ല, അപ്പൊ ഈ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മാറ്റി നിർത്തപ്പെടണം എന്ന ചോദ്യമല്ലേ? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമാണ് എന്നാണല്ലോ ഏറ്റവും വലിയ RSS പറയുന്ന. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മുസ്ലിം മത സംഘടനകൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നാണ്. അവരുടെ അത് കൃത്യമായി പറഞ്ഞല്ലോ. മറ്റേ അബ്ദുൽ ഖോയ മതി ഈ ഇലക്ഷന്റെ കൃത്യം ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് ആശയപരമായ എതിർപ്പുണ്ട്, പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എവിടെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി UDF വോട്ട് ചെയ്യുമ്പോൾ തീവ്രവാദ സംഘടനയും LDF വോട്ട് ചെയ്യുമ്പോൾ സഖ്യകക്ഷിയാക്കിയാൽ ഞാനിപ്പോ നേരത്തെ സൂചിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയെ അത് മെയിൻ സ്ട്രീമൈസ് ചെയ്യുക എന്ന് പറയാം. ജമാഅത്തെ ഇസ്ലാമി ഒരു MLA ഉണ്ടാവുകയും അവര് ഭരണത്തിൽ വരികയും അവര് ഒരു മന്ത്രിയാവുകയും ചെയ്യുന്നത് കൂടി അവരുടെ പ്രതിസന്ധി കൂടുക ചെയ്യുക. അവർക്ക് ഇപ്പൊ പറയുന്ന വിക്ടിം ഫുഡ് കളിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയും അവർ മെയിൻ സ്ട്രീമൈസ് ഇപ്പോൾ മെയിൻ സ്ട്രീമിലല്ല എന്നല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അപ്പൊ പിന്നെ എന്ത് പറയും? ഇതിപ്പോ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആരുത്തരം പറയും. അപ്പൊ ആരുത്തരം പറയും. അവരും കൂടി ഭരണത്തിന്റെ ഭാഗമാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം നമ്മൾ ഈ നമ്മുടെ ഇസ്ലാമിയെ മെച്ചപ്പെടുത്തിയെടുക്കാനാണ്. ബഷീർ, ഞാൻ അതിലേക്ക് വരാം. അതുകൊണ്ട് നിനക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും ഇതിൽ തന്നെ. ഞാൻ അവസാനത്തെ ചോദ്യത്തിലേക്കാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം പ്രശാന്തനാണ് നേരത്തെ പോകും വേണം. ഈ പറഞ്ഞ പോലെ മുന്നണി വിപുലീകരണം, ഞാൻ അതിനാണ് ഈ മുന്നണി മാറ്റത്തിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചത്. നേരത്തെ വെൽഫെയർ പാർട്ടി UDFന്റെ ഒരു ഘടകകക്ഷിയോ അസോസിയേറ്റ് അംഗമോ ആകാനുള്ള ഒരു സാധ്യത, ഇതൊരു വിദൂരമായ സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി. അതിന് എന്തെങ്കിലും ഒരു സാധ്യത ബഷീർ കാണുന്നുണ്ടോ? UDF അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. സാധ്യതയുണ്ടോ? ഈ പറഞ്ഞ വിധത്തിലുള്ള ഒരു ലെജിറ്റിമൈസേഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അത് അനുവദിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നുണ്ട്? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഏതെങ്കിലും മുന്നണിയുടെ ഘടകകക്ഷിയായി വരുന്ന ഒരു സാധ്യത, ജമാഅത്തെ ഇസ്ലാമി അല്ല പറഞ്ഞ വെൽഫെയർ പാർട്ടി, യെസ്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ അങ്ങനെ ഒരു സാധ്യത കേരളത്തിലെ മുന്നണികൾ അത് അതിന്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ എവിടെയെങ്കിലും അവർ വിഡ്രോ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ റീഡ് ചെയ്യുന്നതിൽ ഒരു ആവശ്യത്തിലധികം ഊന്നൽ രണ്ട് മുന്നണികളും കൊടുക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിനെ ചൊല്ലിയായിരിക്കണമല്ലോ ഒരു മുന്നണിയിലേക്ക് ഘടകകക്ഷിയെ കൊണ്ടുവരേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വോട്ടിനെ കമാൻഡ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള കെൽപ്പുമില്ലാത്ത ഒരു സംഘടനയാണ്. അതുകൊണ്ട് UDF അതിന്റെ അസോസിയേറ്റ് മെമ്പറായി ജമാഅത്തെ ഇസ്ലാമി എടുക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിന് നഷ്ടപ്പെടാവുന്ന വോട്ടുകളുടെ വെൽഫെയർ പാർട്ടി എടുക്കുമ്പോൾ അവർക്ക് UDFന് നഷ്ടപ്പെടാവുന്ന വോട്ടിന്റെ പകുതി പോലും വെൽഫെയർ പാർട്ടിക്ക് UDFലേക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയിലേക്കൊക്കെ ഫൈനൽ സ്റ്റേജിൽ പോകും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ചിന്താദാരിദ്ര്യം പരിഹരിക്കാനാണെങ്കിൽ അതേസമയം അത് മാത്രമാണ് അവർക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയുന്നത്. അതേസമയം CPM ആകട്ടെ ഇതേ ഡിസ്പ്രപ്പോർഷൻ അവിടെ കാണാം. ഉള്ളതിനേക്കാൾ വലിയ ഇപ്പൊ നിലമ്പൂരിലെ 11,000 വോട്ടിന്റെ വ്യത്യാസ മാർജിനും അൻവർ നേടിയ 20,000 വോട്ടിനും കാരണക്കാരൻ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ആദ്യത്തെ സെന്റൻസ് ആയി പറയുമ്പോൾ അത് അവർക്കുണ്ടാക്കാവുന്ന ഒരു മൈലേജ് അനാവശ്യമാണത്. അപ്പൊ രണ്ട് മുന്നണിയും യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീമിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശാന്ത് പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, RSSനെ പോലെ തന്നെ കാണേണ്ട ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. വളരെ സൂക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ RSSനുള്ള ലെജിറ്റിമസി തന്നെയേ ജമാഅത്തെ ഇസ്ലാമിക്കുമുള്ളൂ. ആ സമൂഹത്തിന്റെ ചുറ്റുവട്ടത്തുനിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിങ്ങിനെ പൊതുധാരയിലേക്ക് ചർച്ചക്കെടുക്കുമ്പോൾ, അത് നെഗറ്റീവായാലും ഒഫൻസീവിനാണെങ്കിലും ഡിഫെൻസീവിനാണെങ്കിലും ചർച്ചക്കെടുക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിലുള്ള ശക്തിയെ മുൻനിർത്തിയേ അത് ചെയ്യാൻ പാടുള്ളൂ മുന്നണികൾ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കുറച്ചുകൂടി അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപാട് ചോദ്യങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയം അനലൈസ് ചെയ്യുന്ന സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ
ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് കാര്യങ്ങളെ കാണാൻ, അതായത് അർഹിക്കുന്നതിലും വലിയ വലിപ്പം കാര്യങ്ങൾക്ക് കൊടുക്കാൻ നമ്മുടെ മുന്നണി സംവിധാനങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യം നിലമ്പൂർ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യത്തിന് ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിലല്ല മറുപടി പറയുന്നത് എന്നാണോ നിലമ്പൂരിലെ ജനം വോട്ടിലൂടെ മറുപടി നൽകിയത് എന്നതാണ് ആദ്യം യഥാർത്ഥത്തിൽ ഈ മുന്നണികൾ അനലൈസ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ നിലമ്പൂർ ഫലത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. വോട്ടിംഗ് പാറ്റേൺ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട്. അതൊക്കെ വരുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. ആ സമയത്ത് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം എന്ന് തോന്നുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.